Hello my dear nurses, welcome to a new video. In this video I am going to discuss diabetic ketoacidosis or DKA. Nursing licensing exams NCLEX exam വളരെയധികം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡയബറ്റിക് കീറ്റോആസിഡോസിസ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. സോ ഡയബറ്റിക് കീറ്റോആസിഡോസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ് ഡയബറ്റിസ് വിച്ച് പ്രൊഡ്യൂസസ് ബ്ലഡ് ആസിഡ്. ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ ബേസിക്കലി ടൈപ്പ് 1 ഡയബറ്റീസിൽ കാണുന്ന ഒരു കോംപ്ലിക്കേഷൻ, ഒരു മെഡിക്കൽ എമർജൻസി ലൈഫ് ത്രെറ്റൻഡ് കോംപ്ലിക്കേഷൻ ആണ് ഡയബറ്റിക് കീറ്റോആസിഡോസിസ്. സോ ഡയബറ്റിക് കീറ്റോആസിഡോസിസിന്റെ ഫിസിയോളജി മനസ്സിലാക്കുന്നതിന് തൊട്ട് മുമ്പ് എന്താണ് ഡയബറ്റിസ് എന്ന് മനസ്സിലാക്കണം. സോ ഡയബറ്റിസ് എന്ന് പറയുന്നത് മെറ്റബോളിസത്തെ, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡറാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും കഴിക്കുന്ന ഫുഡ് കോമ്പണൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. ഈ മൂന്ന് ഫുഡ് പ്രോഡക്റ്റിൻ്റെയും മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ട് അതിൽ നിന്നും വരുന്ന കോമ്പണൻ്റ് ആണ് ഗ്ലൂക്കോസ്. ഓക്കെ, സോ ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എനർജി തരുന്ന, അതല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഫങ്ഷൻ ചെയ്യുവാൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഫ്യൂവൽ ആണ് ഗ്ലൂക്കോസ്. ഈ ഓരോ ഗ്ലൂക്കോസും ബ്ലഡിലാണുള്ളത്. നമ്മുടെ ബോഡിയിലെ ഓരോ സെല്ലും അതിൻ്റെ ജോലി ചെയ്യണമെങ്കിൽ അതിന് ഇന്ധനം വേണം, അല്ലെങ്കിൽ ഫ്യൂവൽ വേണം. സോ ഈ ഗ്ലൂക്കോസ് ഓരോ സെല്ലിനകത്തേക്ക് മൂവ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ആ ഓരോ സെല്ലിനും വേണ്ടുന്ന എനർജി കൊടുക്കാനായിട്ട്. സോ ഗ്ലൂക്കോസിന് ഓരോ സെല്ലിനകത്തേക്കും കടത്തിവിട്ട് സെല്ലിന് ആവശ്യമായിട്ടുള്ള എനർജി കൊടുക്കുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ ജോലി. ഓക്കെ, സോ എന്താണ് ഇൻസുലിൻ? ഇൻസുലിൻ ഇറ്റ് ഈസ് എ ഹോർമോൺ. ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ബോഡിയിലുള്ള പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ആണ്. ക്ലിയർ? സോ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ, പാൻക്രിയാസ് ഇൻസുലിൻ കൂടാതെ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇൻസുലിൻ ആണ് ഗ്ലൂക്കോസിന്റെ ബേസിക് മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻസുലിന്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ്? ഇൻസുലിൻ helping to control blood glucose level by storing extra glucose into the cell. Okay, so നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള എനർജി, സെൽസിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടണമെങ്കിൽ ഓരോ സെല്ലിനും ഗ്ലൂക്കോസ് കൂടിയേ തീരും. അങ്ങനെ ഓരോ സെല്ലിനും ഗ്ലൂക്കോസ് കൊടുക്കുന്നതാണ് ഇൻസുലിന്റെ ജോലി. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ താരതമ്യേന കുറയുകയോ ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിന് വ്യത്യാസം വരികയും അത് ഡയബറ്റീസിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് വരാവുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ഡയബറ്റിക് കീറ്റോആസിഡോസിസ്. ബേസിക്കലി ടൈപ്പ് 1 ഡയബറ്റീസിലാണ് ഡയബറ്റിക് കീറ്റോആസിഡോസിസ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. എന്നിരുന്നാൽ കൂടെ ടൈപ്പ് 2 ഡയബറ്റീസിലും ഡയബറ്റിക് കീറ്റോആസിഡോസിസ് വരാം. ഓക്കെ, സോ ഡയബറ്റിക് കീറ്റോആസിഡോസിസ് ഡയറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യില്ല. ഇതൊരു കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അതിനെന്തെങ്കിലും ത്വരിതപ്പെടുത്തുന്ന എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് ഡയബറ്റിക് കീറ്റോആസിഡോസിസ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തൊക്കെയാണ് ട്രിഗറിംഗ് ഫാക്ടേഴ്സ്. ആ ട്രിഗറിംഗ് ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു അവബോധം ഓരോ പേഷ്യൻസിന് നൽകുകയും അതുവഴി ഡയബറ്റിക് കീറ്റോആസിഡോസിസ് വരാതിരിക്കുകയും ചെയ്യാം. അപ്പം ഡയബറ്റിക് കീറ്റോആസിഡോസിസ് ഡെവലപ്പ് ചെയ്യാതിരിക്കണമെങ്കിൽ എന്തൊക്കെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്? സോ വിൽ സീ what are the triggering factors or causes or etiology for developing diabetic ketoacidosis. അത് എളുപ്പ വഴിയിൽ ഓർത്ത് വെക്കാനായിട്ട് ഞാൻ 5 ഐസിനെ കുറിച്ച് പറയാം. നമ്പർ 1 ഐ ഇസ് ഇൻഫെക്ഷൻ. സോ ഒരു പേഷ്യൻറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഫെക്ഷൻ, ആ ഇൻഫെക്ഷൻ എന്തുമാവാം. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആവാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആവാം, അതല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഏത് തരത്തിലുള്ള ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും നമ്മളുടെ ബോഡിയിൽ ഒരു ഡിഫൻസ് മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും അതുവഴി മെറ്റബോളിക് റിക്വയർമെൻറ്റ് കൂടുകയും ചെയ്യും.
അങ്ങനെ മെറ്റബോളിക് റിക്വയർമെന്റ് കൂടുന്നതിന്റെ ഫലമായിട്ട് ഇൻസുലിന്റെ ആവശ്യകത, അതായത് ഇൻസുലിന്റെ ഡിമാൻഡ് കൂടുന്നു. അതനുസരിച്ച് ബോഡിക്ക് ഇൻസുലിൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാതിരിക്കുമ്പോൾ അതൊരു കോംപ്ലിക്കേഷൻ, ഒരു ക്രൈസിസ് സിറ്റുവേഷൻസിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്, ഡയബറ്റിസ് ഉള്ള ഒരു പേഷ്യന്റിന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ട്രിഗറിംഗ് ഫാക്ടറാണ് ഇൻഫെക്ഷൻ. ഒറ്റ കാര്യം ഓർത്തിരിക്കുക, infection is a situations where metabolic requirement is high. Okay, so അടുത്തൊരു സെക്കൻഡ് ഐ ആണ് ഇൻഫാക്ഷൻ ഓർ ഇഞ്ചുറി. ഇന്റൻഷണൽ ആയിട്ടുള്ള ഇഞ്ചുറി, ദാറ്റ് മീൻസ് സർജിക്കൽ ഇഞ്ചുറി, അല്ലെങ്കിൽ ട്രോമാറ്റിക്കൽ ഇഞ്ചുറി, റോഡ് ട്രാഫിക് ആക്സിഡന്റിൽ വരുന്ന ഏതെങ്കിലും കൈൻഡ് ഓഫ് ഇഞ്ചുറി, അല്ലെങ്കിൽ ഇൻഫാക്ഷൻ ലൈക്ക് ഓക്സിജനേഷൻ കുറയുന്നത് കൊണ്ട് സെല്ലിനുണ്ടാവുന്ന ഇഞ്ചുറി, ദാറ്റ് മീൻസ് സ്ട്രോക്ക് ആൻഡ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, കാർഡിയക് ഡിസീസ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മളുടെ ബോഡിയുടെ മെറ്റബോളിക് റിക്വയർമെന്റ് കൂടും. ബിക്കോസ് ഈ ഓരോ ഇഞ്ചുറിയും ട്രീറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് ഹീൽ ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഓരോ സെൽസിനും അതിന്റെ ജോലി എക്സ്ട്രാ ചെയ്യുകയും അതിനനുസരിച്ച് അതിന് ഫ്യൂവൽ കൂടുതലായിട്ട് വേണം. ഫ്യൂവൽ കൂടുതലായിട്ട് വേണം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ ആവശ്യകത കൂടും. ഗ്ലൂക്കോസിന്റെ ആവശ്യകത കൂടുന്നതിനനുസരിച്ച് മെറ്റബോളിസം കൂടണം. ഈ മെറ്റബോളിസം കൂടുമ്പോൾ ഇൻസുലിന്റെ ആവശ്യം കൂടണം. സോ ഈ ഓരോ സിറ്റുവേഷൻസിലും ഇൻസുലിന്റെ റിക്വയർമെന്റ് അല്ലെങ്കിൽ ഇൻസുലിൻ ഡിമാൻഡ് കൂടിയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇൻസുലിൻ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് അത് മീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്ത് വരുന്നത്, കോംപ്ലിക്കേഷൻസിലേക്ക് അല്ലെങ്കിൽ ഒരു ക്രൈസിസിലേക്ക് ബോഡി മൂവ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് ഐ ഇസ് ഇൻടോക്സിക്കേഷൻ. അത് ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രഗ്സിന്റെ ഇൻടോക്സിക്കേഷൻസ് ആവാം. ബേസിക്കലി സ്റ്റീറോയിഡ്സ് എക്സസീവ് ആയിട്ട് കഴിച്ചു കഴിയുമ്പോൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒപ്പിയോയിഡ് മെഡിക്കേഷൻസ് കഴിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ വാട്ടർ പിൽസ് ലൈക്ക് ഡയൂറിറ്റിക്സ്. ഓക്കെ, സോ ഓൾ ദീസ് മെഡിക്കേഷൻസ് കോസസ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. ഈ ഓരോ പോയിന്റും ഓരോ ലൈസൻസിങ് എക്സാംസിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സോ അത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഇൽനസ്. ഇൽനസ് ക്യാൻ ബി എനി കൈൻഡ് ഓഫ് തിങ്. ക്രോണിക് ഇൽനസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും നോർമൽ അക്യൂട്ട് ആയിട്ട് വരുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് ആവാം. സോ ഇതെല്ലാം നമ്മൾ ഇൽനസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഈ ഓരോ സിറ്റുവേഷൻസിലും ബേസിക്കലി മെറ്റബോളിക് റിക്വയർമെന്റ് കൂടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇംപ്രോപ്പർ ഇൻസുലിൻ, ദാറ്റ് മീൻസ് ഇൻഅപ്രോപ്രിയേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻസുലിൻ എന്ന് പറയാം. ബേസിക്കലി ഈ ഒരു പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യന്റിൽ ഇൻസുലിൻ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയും പ്രത്യേക കാരണങ്ങളാൽ ഇൻസുലിൻ എടുക്കാൻ മറന്നു പോവുകയോ, അല്ലെങ്കിൽ ഇൻസുലിൻ പ്രോപ്പർ ആയിട്ട് എടുക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ ഇൻസുലിൻ സ്കിപ്പ് ചെയ്യപ്പെടുകയോ, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സഡൻ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പെട്ടെന്ന് ബോഡി ഒരു ക്രൈസിസിലേക്ക് മൂവ് ചെയ്യുമ്പോഴും എന്ത് വരാം, ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് വരാം. ഈ 5 ഐസും നിങ്ങൾ ബേസിക്കലി ഓർത്തിരിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മളുടെ കയ്യിലുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, വേറെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറി, ഒരു നിശ്ചിത എമൗണ്ട് സാലറി നിങ്ങൾ റിസീവ് ചെയ്തു. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 50,000 സാലറി റിസീവ് ചെയ്യുന്നു. ഈ 50,000 സാലറി നിങ്ങൾ റിസീവ് ചെയ്യുന്നത് നിങ്ങളുടെ ഡെയിലി റിക്വയർമെന്റ് അല്ലെങ്കിൽ ഒരു മന്ത്ലി റിക്വയർമെന്റിന് മാത്രമുള്ളതാണെങ്കിൽ പെട്ടെന്ന് സഡൻ ആയിട്ട് ഈ സാലറി ഓൾ ഓഫ് സഡൻ വെട്ടിക്കുറയ്ക്കുന്നു. ഓക്കെ, അത് 50,000 എന്നുള്ളത് സഡൻ ആയിട്ട് ഒരു 25,000 ആയിട്ട് മാറുന്നു. എന്നിരുന്നാലും നിങ്ങൾ ആ 25,000 എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു ലൈഫ് ബാലൻസ് ചെയ്തു പോകും. ബട്ട് പെട്ടെന്ന് അതിൻ്റെ മേലിലേക്ക് എന്തെങ്കിലും ഒരു ലൈക്ക് ഒരു എക്കണോമിക്കൽ ക്രൈസിസ്, അല്ലെങ്കിൽ നമുക്കൊരു പൈസയുടെ ഒരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് എന്ത് വരും, നമ്മളൊരു ക്രൈസിസിലേക്ക് മൂവ് ചെയ്യും. അതേപോലുള്ള ഒരു അവസ്ഥയാണ്. അതായത് നോർമലി ഒരു എമൗണ്ട് ഓഫ് ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരുന്നു, ഓൾ ഓഫ് സഡൻ അത് കുറഞ്ഞു. അങ്ങനെയാണ് ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയത്. മനസ്സിലായോ? അങ്ങനെ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഇൻസുലിൻ ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരാളുടെ ബോഡിയിൽ സഡൻ ആയിട്ടൊരു എക്സ്ട്രാ റിക്വയർമെന്റ് വരും. അതായത് 50,000 സാലറിയിൽ നിന്നും ഓൾ ഓഫ് സഡൻ 25,000ലേക്ക് മാറി. ബട്ട് സ്റ്റിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. കുറച്ച് സ്ട്രഗ്ലിങ്സ് ഒക്കെ ഉണ്ട്, എന്നാലും സാരമില്ല, അത്യാവശ്യം ബാലൻസ് ചെയ്ത് പോകുന്നു. പെട്ടെന്ന് അതിന്റെ മേലിലേക്ക് ഒരു എക്സ്ട്രാ റിക്വയർമെന്റ് വരും. ഇപ്പോൾ ഒരു 1 lakhന്റെ ഒരു എക്സ്ട്രാ റിക്വയർമെന്റ് വന്നു. ഓക്കെ, നിങ്ങളുടെ കസിന്റെ കല്യാണം, പെട്ടെന്ന് നിങ്ങൾക്കൊരു 1 lakh അവർക്ക് കൊടുക്കണം, എന്താവശ്യവും ആവട്ടെ. അപ്പൊ പെട്ടെന്ന് ഒരു ക്രൈസിസ് വരുമ്പം എന്ത് സംഭവിക്കും? ആ ക്രൈസിസ് ഓൾ ഓഫ് സഡൻ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരും. ഒരു പ്രാവശ്യം അങ്ങനെ ഒരു ക്രൈസിസ് വന്നാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തത് ബാലൻസ് ചെയ്യില്ലേ? അതുപോലെ തന്നെ പിന്നെ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ആവശ്യം വന്നു,
അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ കൂടി വരുന്നതിനനുസരിച്ച് അതിന് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ഓൾ ഓഫ് സഡൻ ഒരു എക്കണോമിക്കൽ ക്രൈസിസിലേക്ക് നമ്മൾ പോകും. അതേ അവസ്ഥയാണ് ഡയബറ്റിസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ഇങ്ങനെ ഏതെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് വരുമ്പോൾ ആ ഇൻസുലിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ ബോഡി എക്സ്ട്രീം ക്രൈസിസിലേക്ക് പോകുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവാൻ ഞാൻ ഡയബറ്റിക് കീറ്റോ അസിഡോസിസിന്റെ ഫിസിയോളജി പറയാം. സോ കം ടു ദ ഫിസിയോളജി. സോ നോർമലി നമ്മൾ നേരത്തെ പറഞ്ഞു ടൈപ്പ് 1 ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻ ആണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറഞ്ഞു. എന്നിരുന്നാലും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ടൈപ്പ് 2 ഡയബറ്റീസിലും ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, സോ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിൻ ബോഡിയിൽ ഒട്ടും പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഓക്കെ, സോ ഇൻസുലിൻ ആബ്സെന്റ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇൻസുലിൻ ആബ്സെന്റ് ആണെങ്കിൽ ഇൻസുലിൻ ആണ് ബ്ലഡ് ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇൻസുലിന്റെ ആബ്സെന്റിൽ സീറം ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് സെല്ലിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത് നഷ്ടപ്പെടുന്നു. അതുവഴി എൻറ്റയർ ബ്ലഡ് ഗ്ലൂക്കോസ് വിൽ റിമെയിൻ ഇൻ ദ ബ്ലഡ് ഇറ്റ്സെൽഫ്. അങ്ങനെ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടായി. ഓക്കെ, സോ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് എക്സ്ട്രീം ആയിട്ട് കൂടുന്നു. ഇതിന്റെ ഭാഗമായിട്ട് എന്തായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? സെൽസിന് കിട്ടുന്ന എനർജി കുറഞ്ഞു. അതായത് ഒരു സെല്ലിനും പ്രോപ്പർ ആയിട്ടുള്ള ഫ്യൂവൽ കിട്ടുന്നില്ല. കാരണം ഈ ഗ്ലൂക്കോസ് എല്ലാം ബ്ലഡിനകത്താണ് കിടക്കുന്നത് അല്ലേ? ബ്ലഡിൽ നിന്നും ഓരോ ഗ്ലൂക്കോസും സെല്ലിനകത്തേക്ക് സ്റ്റോർ ചെയ്യപ്പെട്ടാൽ മാത്രമാണ് സെൽസിന് എനർജി കിട്ടുന്നത്. അപ്പൊ ഇവിടെ ആ സെല്ലിന് വേണ്ടുന്ന ഫ്യൂവൽ ഇല്ലാതിരിക്കുന്നു. സോ സെൽസ് എന്ത് ചെയ്യും? എനിക്ക് ഫ്യൂവൽ കിട്ടിയില്ലെന്ന് പറഞ്ഞ് സെൽസ് എല്ലാം കൂടെ പെട്ടെന്ന് ജോലി നിർത്തുമോ? ഇല്ല. ആ ഓരോ സെൽസും അതിന്റെ ബേസിക്കലി അതിന്റെ എനർജി കിട്ടാനുള്ള വേറെ ഏതെങ്കിലുമൊക്കെ വഴി നമ്മൾ നോക്കും. ക്ലിയർ? അപ്പൊ നമ്മൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന അതേ രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസവും കോമ്പൻസേറ്ററി മെക്കാനിസവും ഒക്കെയാണ് നമ്മുടെ ബോഡിയിലകത്ത് ഓരോ സെല്ലിലും നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കിട്ടുന്ന സാലറി നിങ്ങൾക്ക് ഒരു മാസം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനു മുമ്പ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സേവിങ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കുടുക്കയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പൈസ എല്ലാം എടുത്തിട്ട് നമ്മൾ ആ ഒരു മാസം എങ്ങനെയെങ്കിലും ബാലൻസ് ചെയ്തു പോകും. ഇതുപോലെ ഓരോ സെൽസിനും എനർജി കിട്ടാതിരിക്കുമ്പോൾ സെൽസിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള എനർജി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, സോ ആ പോയിന്റിലേക്ക് ഞാൻ വരാം. ഞാൻ ജസ്റ്റ് ഈ ഹൈപ്പർ ഗ്ലൈസീമിയ കൊണ്ടുണ്ടാകാവുന്ന ഒരു ഇമ്പാക്റ്റും കൂടെ പറഞ്ഞതിന് ശേഷം സെൽസ് എങ്ങനെ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് പറയാം. ക്ലിയർ? ഓക്കെ, സോ ഹൈപ്പർ ഗ്ലൈസീമിയ വരുന്ന സമയത്ത് ഈ എൻറ്റയർ ഗ്ലൂക്കോസ് ബ്ലഡിനകത്ത് കിടക്കുകയും പ്ലസ് ഈ ബ്ലഡ് ഫിൽട്രേറ്റ് ചെയ്യുന്ന സമയത്ത് കിഡ്നിയിലൂടെ ഗ്ലൂക്കോസ് എക്സ്ക്രീറ്റ് ചെയ്ത്, അതായത് റീനൽ ട്യൂബ്യൂൾസിലൂടെ ഗ്ലൂക്കോസ് എക്സ്ക്രീറ്റ് ചെയ്ത് ഗ്ലൈക്കോസ് യൂറിയ ഉണ്ടാവുകയും ചെയ്യും. ഗ്ലൈക്കോസ് യൂറിയയിൽ കൂടെ ഗ്ലൂക്കോസ് എക്സ്ട്രീം ആയിട്ട് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളത്തെ കൂടെ അബ്സോർബ് ചെയ്യും. അങ്ങനെ ഓസ്മോട്ടിക് ഡയൂറസിസ് ഉണ്ടാവുന്നു. വാട്ട് ഈസ് ഓസ്മോട്ടിക് ഡയൂറസിസ്? റീനൽ ട്യൂബ്യൂൾസിന് ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യാനുള്ള റീനൽ ത്രഷോൾഡ് കുറയുകയും ആസ് എ റിസൾട്ട് ഗ്ലൂക്കോസ് ലീക്ക് ആവുന്ന കൂട്ടത്തിൽ ഒരുപാട് വെള്ളവും കൂടെ ലീക്കാവും. അങ്ങനെ പോളി യൂറിയ ഉണ്ടാവുന്നു. പോളി യൂറിയ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അത് ഡീഹൈഡ്രേഷൻസിലേക്ക് ലീഡാവും. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ അത് ഡ്രൈ മൗത്തിലേക്ക് ആൻഡ് ഓൾ ഡീഹൈഡ്രേഷന്റെ സിംറ്റംസ് കാണാം. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് ദാഹിക്കും അല്ലേ? സോ അങ്ങനെ പോളി ഡിപ്സിയ ഉണ്ടാവുന്നു. ഓക്കെ, സോ പോളിഫേജിയ, പോളി ഡിപ്സിയ, പോളിയൂറിയ ആൻഡ് പോളിഡിപ്സിയ. ഇത് കൂടാതെ വരുന്ന അടുത്തൊരു പി ആണ് പോളിഫേജിയ. ഓക്കെ, ഇപ്പൊ ബേസിക്കലി ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇനിഷ്യലി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് എക്സസീവ് ആയിട്ടുണ്ടാകുന്ന യൂറിനേഷൻ. സാധാരണ കുറച്ച് യൂറിനേഷൻ കൂടുതലായിരിക്കും ഡയബറ്റീസിൽ, പക്ഷെ അതുകൂടാതെ ഒരുപാട് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് കൂടാതെ ഇൻസുലിൻ ആബ്സെന്റ് ആകുമ്പോൾ പാൻക്രിയാസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു ഹോർമോണാണ് ഗ്ലൂക്കോഗോൺ. ഓക്കെ, പാൻക്രിയാസിലെ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഗ്ലൂക്കോഗോണും ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഓക്കെ, സോ ഇൻസുലിൻ എവിടെ കുറയുന്നു അവിടെ ഗ്ലൂക്കോഗോൺ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇങ്ങനെ ഗ്ലൂക്കോഗോണിന്റെ ആക്ടിവേഷന്റെ ഭാഗമായിട്ട് ഓരോ സെൽസും അതിന് വേണ്ടുന്ന ഫ്യൂവൽ കണ്ടെത്തും. അങ്ങനെ ഗ്ലൂക്കോഗോണിന്റെ ആക്ടിവേഷന്റെ ഭാഗമായിട്ട് ഇറ്റ് ഫോംസ് ഫ്രീ ഫാറ്റി ആസിഡ്സ്. ഈ ഫ്രീ ഫാറ്റി ആസിഡ്സ് ലിവറിലേക്ക് മൂവ് ചെയ്യപ്പെടുകയും
അവിടെ വെച്ച് ബീറ്റ ഓക്സിഡേഷൻ നടക്കപ്പെട്ട് ബേണിംഗ് ഓഫ് ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് ലൈപ്പോലൈസിസ്. ഓക്കെ, അപ്പോൾ ഫാറ്റി ആസിഡ്സ് ബേൺ ചെയ്യപ്പെട്ട് ഫാറ്റി ആസിഡ്സിനകത്ത് നിന്നും ഫ്യൂവൽ റിലീസ് ചെയ്യപ്പെടും. ക്ലിയർ? ഇങ്ങനെ ഫാറ്റി ആസിഡ്സ് ബേൺ ചെയ്യപ്പെടുമ്പോൾ വരുന്ന ബൈ പ്രോഡക്റ്റ് ആണ് കീറ്റോൺസ്. ക്ലിയർ? കീറ്റോൺ, അസറ്റോൺ. ഓക്കെ, സോ ഈ കീറ്റോൺസിനൊക്കെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. കീറ്റോൺസിന്റെ സ്വഭാവമാണ് എല്ലാ കീറ്റോൺസും 3 കീറ്റോൺസ് ആണുള്ളത്. ഈ കീറ്റോൺസ് അസിഡിക് നേച്ചർ ആണ്. സോ അൾട്ടിമേറ്റ്ലി ഈ കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും certain amount of ketones will be excreted through the urine and remaining all ketones will remain in the blood. ഓക്കെ, അങ്ങനെ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബ്ലഡിൽ കീറ്റോണിന്റെ അളവ് കൂടും. ഇനി കീറ്റോണിന്റെ അളവ് ബ്ലഡിൽ കൂടുന്നതിന്റെ ഭാഗമായിട്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ബ്ലഡിൽ pH കുറയും. ദാറ്റ് മീൻസ് എല്ലാ കീറ്റോൺസും അസിഡിക് സ്വഭാവമായതുകൊണ്ട് അസിഡിക്, അതായത് ബ്ലഡിന്റെ സ്വഭാവം അസിഡിക് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ബ്ലഡ് pH റെഡ്യൂസ്ഡ് ആവും. അങ്ങനെ ബ്ലഡ് pH റെഡ്യൂസ്ഡ് ആവുമ്പോൾ നോർമലി ബ്ലഡ് ഓട്ടോമാറ്റിക്കലി ഒരു മെറ്റബോളിക് അസിഡോസിസിലേക്ക് ലീഡ് ചെയ്യും. ക്ലിയർ? ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ ഒരു ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാവുന്നു. ഇൻസുലിന്റെ അഭാവത്തിൽ ഹൈപ്പർഗ്ലൈസീമിയ വരുന്നു. അതുപോലെ തന്നെ ഗ്ലൂക്കോഗോൺ ആക്ടിവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഗ്ലൂക്കോഗോൺ ബേണിംഗ് ഓഫ് ഫാറ്റി ആസിഡ്സ് ചെയ്യുമ്പോൾ ഈ കീറ്റോൺസ് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഗ്ലൂക്കോസും റിലീസ് ചെയ്യപ്പെടും. അങ്ങനെ ഗ്ലൂക്കോഗോണിന്റെ ആക്ടിവേഷന്റെ ഭാഗമായിട്ട് ഹൈപ്പർ ഗ്ലൈസീമിയ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, സോ ഡയബറ്റിക് കീറ്റോ അസിഡോസിന്റെ ഒരു പ്രത്യേകത ഹൈപ്പർ ഗ്ലൈസീമിയ ഡെവലപ്പ് ചെയ്യുന്നു. അത് ഒരു ഇമ്പാക്റ്റിലൂടെയല്ല. ഹൈപ്പർ ഗ്ലൈസീമിയ ഡെവലപ്പ് ചെയ്യുന്നത് ഇൻസുലിന്റെ ആബ്സെൻസ് കൂടെയും അതുകൂടാതെ ഗ്ലൂക്കോഗോൺ ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോഴും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്ലൂക്കോഗോൺ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഫാറ്റി ആസിഡ്സ് ബേൺ ആവുന്നതും കീറ്റോൺ ബോഡീസ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി ഓൾ ദീസ് കീറ്റോൺസ് ഹാസ് ടു എക്സ്ക്രീറ്റ് ത്രൂ ദ യൂറിൻ ഓർ കിഡ്നി. സോ അൾട്ടിമേറ്റ്ലി ഈ ഓരോ കീറ്റോൺസും കിഡ്നിയുടെ വർക്ക് ലോഡ് കൂട്ടി അവസാനം കിഡ്നിക്ക് ഒരു എക്സ്ട്രാ വർക്ക് ലോഡ് ഉണ്ടാവുകയും കിഡ്നിക്ക് ഒരു ഡാമേജ് വരികയും ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിന്റെ ഫിസിയോളജി. ഇങ്ങനൊരു സിറ്റുവേഷൻസിലേക്ക് ഡയബറ്റിക് പേഷ്യൻ്റ് എത്തണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ 5 I's ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ഒരു പേഷ്യൻ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം? ഹൗ ടു ഡയഗ്നോസ്? ഓക്കെ, സോ എല്ലാ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിനും റെഗുലർ ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ ചാർട്ടിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്തിനാണ് ബ്ലഡ് ഷുഗർ ചാർട്ടിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? നോർമലി ബ്ലഡ് ഷുഗർ വെൻ ഇറ്റ് റീച്ചസ് ഗ്രേറ്റർ ദാൻ 300 mg/dL, അതായത് ബ്ലഡ് ഷുഗർ ലെവൽ 300ന്റെ മുകളിലേക്ക് പോകുമ്പോൾ അതൊരു ഇനീഷ്യൽ ഇൻഡിക്കേഷൻ തരുവാണ് ഈ ഒരു പേഷ്യൻ്റ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസിലേക്ക് മൂവ് ആവാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റെഗുലർ ബ്ലഡ് ഷുഗർ ചാർട്ടിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് യൂറിൻ ഷുഗർ ആൻഡ് യൂറിൻ കീറ്റോൺസ്. ഓക്കെ, സോ ഇതും ചെക്ക് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, യൂറിൻ ഷുഗർ ആൻഡ് കീറ്റോൺസ് ചെക്ക് ചെയ്യുമ്പോൾ ഈ എടുക്കുന്ന സാമ്പിൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫുഡ് ആയിരിക്കരുത്. ഓക്കെ, സോ ഇവിടെ സാമ്പിൾ നമ്മൾ എപ്പോഴും കളക്ട് ചെയ്യുമ്പോൾ ഒരു 2 hours ആഫ്റ്റർ ഫുഡോ അല്ലെങ്കിൽ ബിഫോർ ഫുഡോ ആയിരിക്കണം സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത്. ബിക്കോസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫുഡ് വെൻ വി കളക്ട് ദ സാമ്പിൾ ഇറ്റ് ഓൾവേസ് ഗിവ്സ് എ റോങ് റിസൾട്ട്. ക്ലിയർ? And then ABG is important. ABG evaluation. Why? എന്തുകൊണ്ടാണ് ബ്ലഡിൽ ഒരു ഗ്യാസ് അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? ബിക്കോസ് കീറ്റോൺ ബോഡീസ് ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബ്ലഡിന്റെ pHൽ വേരിയേഷൻസ് ഉണ്ടാവുകയും അത് ലേറ്റർ ഓൺ മെറ്റബോളിക് അസിഡോസിസ് ആൻഡ് ഹൈപ്പോവെന്റിലേഷൻസിലേക്കൊക്കെ ലീഡ് ആവുന്നുണ്ട്. ലേറ്റർ ഓൺ ഇറ്റ് കോസസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. അതുകൊണ്ട് ABG അനാലിസിസ് ഇസ് very important. And then blood regular test for CBC as well as electrolyte. ഇനി എന്തിനാണ് നമ്മൾ ബ്ലഡ് വർക്ക്സിൽ CBC ചെക്ക് ചെയ്യുന്നത്? ബിക്കോസ് ഇതിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ CBC ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ഒരു പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ്റെ എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് മാർക്കേഴ്സ് എലിവേറ്റഡ് ആണോ, ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എലിവേറ്റഡ് ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ആൻഡ് പ്ലസ് ഇലക്ട്രോലൈറ്റ്സ് എന്തിനാണ് നമ്മൾ ബേസിക്കലി ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ ഇലക്ട്രോലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവാം. ഓക്കെ, സോ അതുകൊണ്ട് ഇലക്ട്രോലൈറ്റ് റെഗുലർ മോണിറ്ററിങ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇലക്ട്രോലൈറ്റ് വേരിയേഷൻസ് വരുമ്പോൾ മൈൽഡ് അരിത്മിയയിലേക്ക് മൂവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ECG മോണിറ്ററിങ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് ഡെവലപ്പ് ചെയ്യുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് റെഗുലറായിട്ട് നമ്മൾ പെർഫോം ചെയ്യേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഡയബറ്റിക് കീറ്റോഅസിഡോസിസിൽ കാണുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് തേഴ്സ്റ്റ്, ഡ്രൈ മൗത്ത്, പോളിയൂറിയ. All these three symptoms are because of dehydration. And deep breathing, fruity breath and Kussmaul's respiration, acetone breath, that is because of ketone body generation. Ketone body develop ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ബ്ലഡിലെ pH കുറയുകയും മെറ്റബോളിക് അസിഡോസിസിലേക്ക് ലീഡ് ചെയ്യുകയും അത് ഗ്രാജുവലി റെസ്പിറേറ്ററി പ്രോബ്ലത്തിലേക്ക് ലീഡ് ചെയ്യുന്നു. മെറ്റബോളിക് അസിഡോസിസിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അക്യുമുലേഷൻ ഉണ്ടാവുകയും ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എക്സ്ക്രീഷൻ ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കാനായിട്ട് ബോഡി തന്നെ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ഹൈപ്പർ വെന്റിലേഷൻ. അങ്ങനെ ഉണ്ടാകുന്ന ഹൈപ്പർ വെന്റിലേഷന്റെ ഭാഗമായിട്ടാണ് ഡീപ് ബ്രീതിങ് ആൻഡ് കുസ്മോൾസ് റെസ്പിറേഷൻ. ഫാസ്റ്റ് ആൻഡ് ഡീപ് ബ്രീതിങ്ങിന് പറയുന്ന വേറൊരു പേരാണ് കുസ്മോൾസ് റെസ്പിറേഷൻ ഓർ കുസ്മോൾസ് ബ്രീതിങ്. ക്ലിയർ? And nausea vomiting is as a result of ketone body generation and weight loss. Normally fatty acids burn ആവുമ്പോൾ അല്ലെങ്കിൽ ലൈപ്പോലൈസിസിന്റെ ഭാഗമായിട്ടാണ് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത്. ഓക്കെ, കീറ്റോൺ ബോഡീസിൽ ഒരു കോമ്പോണന്റ് ആണ് അസറ്റോൺ. സോ ഒബ്വിയസ്ലി യെസ്, അസറ്റോൺ ബ്രത്ത് ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്രൂട്ടി ബ്രത്ത് ഡെവലപ്പ് ചെയ്യുന്നു. ഇത്രയുമാണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസിന്റെ സൈൻ. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു മെഡിക്കൽ എമർജൻസി ആണ്. അപ്പം എങ്ങനെ ഡയബറ്റിക് കീറ്റോഅസിഡോസിസിനെ നമുക്ക് മാനേജ് ചെയ്യാം? സോ എപ്പോഴും ഇതൊരു മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ ഒരു ലൈഫ് ത്രെറ്റൻഡ് പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ ABC കാറ്റഗറിയിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഗോ ഫോർ എയർവേ. സോ ദാറ്റ് മീൻസ് നമ്മൾ എയർവേ ചെക്ക് ചെയ്യുക, ബ്രീത്തിങ് അസസ് ചെയ്യുക, ഓക്സിജൻ റിക്വയർഡ് ആണെങ്കിൽ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുക. ഓക്കെ, സോ AB എയർവേയും ബ്രീത്തിങ്ങും ഓക്കെ ആയതിനു ശേഷം നെക്സ്റ്റ് ഗോ ഫോർ സർക്കുലേഷൻ. സർക്കുലേഷനിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് ഒരു IV ആക്സസ് കണ്ടുപിടിച്ച് IV ആക്സസ് കണ്ടുപിടിക്കുന്നതിനോട് കൂട്ടത്തിൽ തന്നെ ബ്ലഡ് സെൻഡ് ചെയ്യുക ഫോർ അതർ ബ്ലഡ് വർക്ക്സ്. ഇൻവെസ്റ്റിഗേഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷനും ചെയ്യാനായിട്ട് ബ്ലഡ് വർക്ക്സിന് വേണ്ടിയിട്ട് ബ്ലഡ് സെൻഡ് ചെയ്യുക. മീൻ വെയിൽ ഹൈഡ്രേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓൾറെഡി ഈ ഒരു പേഷ്യൻ്റ് ഡീഹൈഡ്രേഷൻസിലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പം ഓൾമോസ്റ്റ് 5 to 6 liters ഓഫ് ഹൈഡ്രേഷൻ ഇസ് റിക്വയർഡ് ഇൻ ആ പേഷ്യൻറ്റ്. ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഡീഹൈഡ്രേഷനിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരാം. അതുകൊണ്ട് ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് ചെയ്യുമ്പം അതിനു മുമ്പ് പ്രോപ്പർ ഇലക്ട്രോലൈറ്റ് സ്റ്റഡി ചെയ്തതിന് ശേഷം ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചെയ്യുക. ക്ലിയർ? ആൻഡ് ഇവിടെ ഇൻസുലിൻ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആയതുകൊണ്ടാണ് ഗ്ലൂക്കോഗോൺ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതും ഫാറ്റി ആസിഡ് ബേൺഡ് ആയതും. അപ്പം ഇൻസുലിൻ ആബ്സെന്റ് ആവുക എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് കോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് കോസിനെ വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. സോ റൂട്ട് കോസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്നത് ഇൻസുലിൻ IV, റെഗുലർ ഇൻസുലിൻ IV ഡൈല്യൂട്ടഡ് ആയിട്ട് സ്ലോ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇൻസുലിൻ IV കൊടുക്കുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്. ബട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻസുലിൻ IV ആയിട്ട് നമ്മൾ സ്ലോ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് ഷുഗർ ചാർട്ടിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ബ്ലഡ് ഷുഗർ ചാർട്ട് ചെയ്ത് അത് ഓൾമോസ്റ്റ് 300 mg to 250 ഇങ്ങനെ താഴ്ന്നു വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 250 mg ഡെസിലിറ്റർ ആയിട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ്ലി IV ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നോർമലി എന്ത് ചെയ്യണം? DNS ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. പേറ്റൻസി DNS ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. സോ DNS സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഇറ്റ്സ് ഡെക്സ്ട്രോസ് ആണ്. അപ്പോൾ ഷുഗർ ലെവൽ എഗെയിൻ ഗ്രാജുവലി കൂടാൻ ചാൻസ് ഉണ്ട്. സോ സബ്ക്യൂട്ടേനിയസ് ഇൻസുലിൻ വെച്ച് നമുക്ക് ഹൈപ്പർഗ്ലൈസീമിയ മാനേജ് ചെയ്യാം വൺസ് നമ്മൾ DNS സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പോൾ ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹൈ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് ഇൻസുലിൻ റെഗുലർ ആയിട്ടുള്ളത് IV കൊടുത്തിട്ടായിരിക്കണം. ആൻഡ് ഒരുപാട് കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് സബ്ക്യൂട്ടേനിയസും കൊടുക്കാം. പക്ഷേ ഒരുപാട് പീക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് IV ഇൻസുലിൻ കൊടുക്കുക. ക്ലിയർ? ഇനി IV ഇൻസുലിൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസുലിൻ റിസീവ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് ഡെഫിനറ്റ്ലി വിൽ ഡെവലപ്പ് ഹൈപ്പോകലീമിയ, പൊട്ടാസ്യം കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്.
ഓക്കെ, അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം റെഗുലർ മോണിറ്റർ ചെയ്യണം. പ്ലസ് പൊട്ടാസ്യത്തിന് വേരിയേഷൻ വരുമ്പോൾ അത് കുറഞ്ഞാലും കൂടിയാലും അരിത്മിയ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പൊട്ടാസ്യം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അരിത്മിയ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റെഗുലർ ആയിട്ട് ഒരു കാർഡിയാക് മോണിറ്ററുമായിട്ട് പേഷ്യൻറ്റിനെ കണക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ECG റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുക. ഓക്കെ, ആൻഡ് റെഗുലർ അസസ്മെന്റ് ഓഫ് ECG, ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ബ്ലഡ് ഷുഗർ. ക്ലിയർ? ആൻഡ് പ്ലസ് വൈറ്റൽ സയൻസ്. വൈറ്റൽ സയൻസിൽ ബേസിക്കലി റെസ്പിറേഷന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് ദെൻ കിഡ്നി ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് റെഗുലർ അസസ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം? ECG ചെക്ക് ചെയ്യാം, ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട്, ദാറ്റ് മീൻസ് കിഡ്നി ഫംഗ്ഷൻ, ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് ചെക്ക് ചെയ്യാം, ദെൻ ഇലക്ട്രോലൈറ്റ്സ് ചെക്ക് ചെയ്യാം, റെസ്പിറേറ്ററി റേറ്റ് ചെക്ക് ചെയ്യാം. Okay, and then to evaluate pH of the blood, ABG regular assessment is also important. And next go for nutrition. So nutrition is eppozhum diabetic diet aanu prefer cheyyundathu, so always go for diabetic diet. Okay, and then നമ്മൾ ഓൾറെഡി കുറച്ച് ട്രിഗറിങ് ഫാക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ all triggering factors need to be just eliminated or it should be restricted. ഓക്കെ, സോ എന്തൊക്കെയാണോ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്, ട്രിഗറിങ് ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക. ഏതൊക്കെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണ് നമ്മുടെ കറണ്ട് പേഷ്യന്റിന് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അത് ബെറ്റർ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അഗെയിൻ ഇൻഫെക്ഷൻ, അതായത് പേഷ്യൻസിന് എപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ പേഷ്യൻസ് നമ്മളൊരു മേജർ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്, ഹൗ ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. ഓക്കെ, സോ ഡയബറ്റിസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈം പ്രയോറിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യുന്നത്? കാരണം ഡയബറ്റിസ് ഉള്ള ഒരു പേഷ്യൻ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷനുമായിട്ട് എൻകൗണ്ടർ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ കിട്ടിയാൽ ആളുടെ ബോഡിയുടെ മെറ്റബോളിക് റിക്വയർമെൻറ്റ് കൂടുന്നതിനനുസരിച്ച് ഒരുപക്ഷെ നമുക്ക് ഇൻസുലിൻ കൊടുക്കാൻ സാധിക്കാതെയോ അല്ലെങ്കിൽ ഇൻസുലിൻ പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യാതെയോ വരുമ്പോൾ സഡൻ ആയിട്ട് ആളൊരു ക്രൈസിസിലേക്ക് ലീഡ് ചെയ്യുന്നു. അതാണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്. ഓക്കെ, ഇതുപോലെ തന്നെയുള്ള വേറൊരു അവസ്ഥയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് അവോയ്ഡ് ചെയ്യുക, ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് പ്രൈമറി പ്രിവെൻഷനിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ഓക്കെ, അതായത് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് വരാതിരിക്കാനായിട്ട് ബേസിക്കലി എല്ലാ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് അതെല്ലാം എലിമിനേറ്റ് ചെയ്യണം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും പേഷ്യൻ്റ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ പോവാതിരിക്കുക. 2, ഇൻഫെക്ഷ്യസ് കോൺടാക്ട് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ടേക്ക് മെഷേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. ഓക്കെ, ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് എപ്പോഴും ഇൻഫെക്ഷൻ്റെ ചാൻസ് ഒരുപാട് കൂടുതലാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, പേഷ്യൻസിന് അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിപ്പിച്ചു കൊടുക്കുക. Okay, and regular monitoring of blood sugar is important, and meeting the blood sugar within a normal targeted value. Okay, so that is something important. Okay, so this is all about diabetic ketoacidosis. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട്സ് ടൈപ്പ് ചെയ്തിടാം ആൻഡ് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. സോ ഈ വീഡിയോയിൽ താഴെ തന്നെ നമ്മളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, സോ അതിലേക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നഴ്സിംഗ് ലൈസൻസിങ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോച്ചിങ് ആണ്. സോ കോച്ചിങ്ങിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അഗെയിൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഇസ് 7736360007. Thank you for watching. God bless you all. Bye bye.